ഹലോ, ഇത് അംബാസഡർ ഗ്രാൻഡാ. ഇതിനകത്തുനിന്ന് പക്ഷേ കീ ഊരി പോരുന്നില്ല. എന്താണോ കാരണം? ഈ കീ ഊരിയെടുക്കാൻ ഒരു സൂത്രമുണ്ട്. ഇതിനടിയിൽ ഒരു ബട്ടൺ. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കീ അങ്ങ് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. പുതുതായിട്ട് വണ്ടി ഓടിക്കാൻ വരുന്ന ആൾക്കാർ അംബാസഡർ കീ ഇട്ട് ഓടിച്ചു പോയേക്കാം, പക്ഷേ ഇതറിയാതിരുന്നാൽ കീ ഊരിയെടുക്കാൻ പറ്റില്ല. കീ അവിടെ ഇരിക്കും. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ആദ്യ കാറ് ലാൻഡ് മാസ്റ്ററാണ്. പക്ഷേ 1958 ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായിട്ടുള്ള മോറിസ് മോട്ടോഴ്സിൽ നിന്ന് ഓക്സ്ഫോർഡ് സീരീസ് 3യുടെ ടൂൾസും റൈറ്റ്സും ഒക്കെ വാങ്ങിയിട്ട് ഇന്ത്യയിൽ 1958 ഉണ്ടാക്കിയ വണ്ടിയാണ് ഹിന്ദുസ്ഥാൻ അംബാസഡർ. ഇത് അംബാസഡറിൻ്റെ അവസാന ജനറേഷൻ എന്നൊക്കെ വിളിക്കാവുന്ന ഗ്രാൻഡാണ്. അംബാസഡറിനെ കിങ് ഓഫ് ദ റോഡ്സ്, കിങ് ഓഫ് ദ ഇന്ത്യൻ റോഡ്സ് എന്ന് വിളിച്ചിരുന്നു. അതെന്താണ് കാരണം? എന്താണ് അംബാസഡറിൻ്റെ ലെഗസി? 2014 വരെ നിരത്തിലുണ്ടായിരുന്ന വണ്ടിയാണ് അംബാസഡർ. ഏകദേശം 57 വർഷം. അതിനിടയിൽ വലിയ എതിരാളികളൊന്നും ഇല്ലാത്ത കുറേ കാലം. മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, മാർക്ക് 4, പിന്നെ ക്ലാസിക്, ഡീലക്സ്, സ്റ്റാൻഡേർഡ്, അങ്ങനെ പല പേരുകളിൽ അംബാസഡർ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അംബാസഡറിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് 80കൾക്ക് മുന്നെയാണ്, മാരുതി വരുന്നതിന് മുന്നേ. അന്ന് കാര്യമായിട്ട് എതിരാളികളില്ല. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഗസൽ അല്ലെങ്കിൽ പ്രീമിയർ 10 എതിരാളികൾ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ നിരത്ത് വാഴാൻ തക്കവണ്ണം പര്യാപ്തം ഉണ്ടായിരുന്നൊരു വണ്ടി തന്നെയായിരുന്നു അംബാസഡർ.